ഹായ് ഹലോ, റിവ്യൂ പോയിൻറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ മനോഹരമായ ഭാഗത്തിൽ കൂടെയാണ് നമ്മൾ തുടങ്ങുന്നത്. ശ്രുതി അശ്വിനെ കിസ് ചെയ്യാണ്. അപ്പോൾ അശ്വിൻ അവളെ ചാലഞ്ച് ചെയ്തിരുന്നു, വെല്ലുവിളിച്ചിരുന്നു, അവൻ ചെയ്യുന്നതൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ശ്രുതി ആ സമയത്തൊന്നും പറഞ്ഞിരുന്നു അവൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് അശ്വിൻ അവളെ കിസ് ചെയ്തത്. അപ്പം ഈ ഒരു സമയത്ത് എല്ലാവരെയും ഉമ്മ വെച്ച് അവസാനം അവൾ അശ്വിനെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ്. അപ്പോൾ എല്ലാവരും വണ്ടറടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ അഞ്ജലിക്ക് അന്നേ തന്നെ ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, ഇവളുടെ ഒരു വെപ്രാളം ഇതൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ അഞ്ജലി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, മുത്തശ്ശിയും ചിരിക്കുന്നുണ്ട്, മനോരമയും ശ്യാമും കണ്ണ് തള്ളിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവളും ശ്രുതിയും പെട്ടെന്ന് ഞെട്ടുന്നുണ്ട്. ഞാൻ എന്താ ചെയ്തേ എന്ന് വെച്ചിട്ട് അശ്വിനും അതേപോലെ തന്നെ അമ്പരന്നുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവർ ഫേസ് ടു ഫേസ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ശ്രുതി അവിടെ നിന്ന് പുറത്തേക്ക് ഓടുകയാണ്. അങ്ങനെ പുറത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ തൂണിൻ്റെ അവിടെ ചെന്ന് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അശ്വിനും പെട്ടെന്ന് ഞെട്ടി ഇതായിട്ട് അവളുടെ പുറകെ വരുന്നുണ്ട്. അങ്ങനെ പുറത്ത് വന്നിട്ട് ശ്രുതിയോട് ചോദിക്കും, ശ്രുതി നീ എന്തായി ചെയ്തത് എന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, എന്താ ചാലഞ്ച് മറന്നുപോയോ, സാറല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തും നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പരസ്യമായിട്ട് ചെയ്തു, നിങ്ങളാരും അറിയാതെ ചെയ്തു, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട്, ഓ ചാലഞ്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, അതെ, അല്ലാണ്ട് പിന്നെ ഞാൻ എന്തിന് നിങ്ങളോടത് ചെയ്യണം എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഓടിപ്പോവാണ്. അപ്പോഴും അശ്വിൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്താണ് അവൾ ചെയ്തത് എന്ന ആ ഒരു പകച്ചിലാണ് അശ്വിൻ നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയെയും അഞ്ജലിയെയും ഒക്കെയാണ്. അപ്പോൾ അഞ്ജലി പറയും, മുത്തശ്ശി കുഞ്ഞിനെ ശ്രദ്ധിച്ചു ആ സമയത്തെന്ന് ചോദിക്കും. മുത്തശ്ശി പറയും, അത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്തായേനെ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അപ്പം അഞ്ജലി പറയും, അവർ തമ്മിൽ എന്തോ ഒരു ഇഷ്ടം ഉണ്ടെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായതാണ് എന്ന് പറയുമ്പോൾ കുഞ്ഞിന് ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം, കുഞ്ഞിൻ്റെ മനസ്സ് എനിക്കറിയാം, അവൻ അങ്ങനെയൊന്നും അവൻ്റെ മനസ്സിലില്ല എന്ന് മനോരമ. അത് കൊള്ളാം, നിങ്ങൾ എന്ത് വർത്താനം ഈ പറയുന്നത്, ഞാനിത് ആദ്യമേ മനസ്സിൽ കണ്ടതാണ്, അപ്പോഴത്തേനും നിങ്ങൾ മനസ്സിൽ കാണുമ്പോഴത്തേനും ഞാനത് സ്കൈയിൽ കണ്ടതാണ് എന്നൊക്കെ മനോരമ പറയുന്നുണ്ട്. ആദ്യം അവളുടെ ചേച്ചീനെ കൊണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഇവളും ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് മനോരമ അവിടെ നിന്ന് പോവും. ആ സമയത്ത് അഞ്ജലി ശ്യാമനോട് ചോദിക്കുന്നുണ്ട്, അല്ല ശ്യാമേട്ടൻ എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ ശ്യാമിന് ദേഷ്യം വന്നിട്ടാണ് ശ്യാമ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ശ്യാമ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമ മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ അങ്ങനെ അഞ്ജലി മുത്തശ്ശിയും കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അഞ്ജലി പറയും, മുത്തശ്ശി പറയുന്നുണ്ട്, ഇത് ഞാൻ അവനോട് ചോദിക്കുക തന്നെ ചെയ്യും, എന്തായാലും ഞാൻ നേരിട്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ അഞ്ജലി പറയും, വരട്ടെ മുത്തശ്ശി, നമുക്കിത് പതുക്കെ എവിടം വരെ പോകുമെന്ന് നോക്കാം, നമുക്ക് കുഞ്ഞൻ്റെ മനസ്സിൽ എന്താണെന്ന് ആദ്യം അറിയാം, എന്നിട്ടാവാം ബാക്കി കാര്യമെന്ന് അവർ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയെയാണ്. അപ്പോൾ ശ്രുതി എന്തോ വലിയ ആലോചനയിലാണ് കേട്ടോ, വേറൊന്നുമില്ല, അശ്വിനെ കിസ് ചെയ്തത് അങ്ങനെ ആലോചിച്ച് അവളങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അയൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് അവളുടെ ആൻറ്റി വരുന്നുണ്ട്, രാധ വരുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണിന് ഇതെന്ത് പറ്റി, എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് രാധ വരുന്നത്. അപ്പോൾ വന്നിട്ട് ശ്രുതിനെ കുറേ വിളിക്കും, പക്ഷെ അവളിതൊന്നും കേൾക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവളെ ഒരു അടി കൊടുക്കും. അപ്പോൾ രാധ ചോദിക്കും, നീ എന്തീ കാണിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ചോദിക്കും, എന്താ ചെയ്യുന്ന കണ്ടില്ലേ, ഡ്രസ്സ് തയ്ക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ രാധ ചോദിക്കും, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തയ്ക്കുന്നത് കാണുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി നോക്കുമ്പോൾ പുസ്തകം തുറന്ന് വെച്ചിട്ടാണ് അവൾ അയൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് അവൾ ഞെട്ടുന്നുണ്ട്. അപ്പോൾ സോറി, ഒരു അബദ്ധം പറ്റിയതാണെന്ന് പറയും. അപ്പോൾ രാധ പറയും, നിനക്ക് എപ്പോഴും ഇത് തന്നെയല്ലേ പറയാനുള്ളൂ, നീ ഏത് ലോകത്തായി സ്വപ്നം കണ്ട് നടക്കുന്നത്, എപ്പോഴും ഇങ്ങനെ ഓരോ ആലോചനയും കാര്യങ്ങളാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രാധ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ രാധ പറയുന്നുണ്ട്, കൃഷ്ണ, ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഒരു വളിഞ്ഞ ചിരിച്ചുകൊണ്ട് ശ്രുതി നിൽക്കുന്നുണ്ട്.
പിന്നെ എന്നിട്ട് അവളുടെ ടോപ്പ് എടുത്തിട്ട് അയൺ ചെയ്യാണ്. പിന്നീട് നമ്മൾ കാണിക്കുന്നത് അശ്വിൻ്റെ റൂമിലിരുന്നിട്ട് ലാപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർക്ക് ചെയ്യല്ല, ശ്രുതി കിസ് ചെയ്ത ആ സിറ്റുവേഷൻ അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കീബോർഡിൽ ഇങ്ങനെ കൈ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അവനത് ശ്രദ്ധിക്കുന്നില്ല. അവൻ ശ്രുതിയുടെ ആ സമയത്തെ ആ ഒരു ഇതാണ് അവൻ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ദേഷ്യമുണ്ട് ഉള്ളിൽ. പിന്നെ അവൾ പറഞ്ഞ കാര്യങ്ങളും അവൻ ആലോചിക്കുന്നുണ്ട്. ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തതാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് അവൾ പറഞ്ഞതൊക്കെ അവനിങ്ങനെ ദേഷ്യത്തോടു കൂടി ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് അഞ്ജലി വരുന്നുണ്ട്. അപ്പോൾ അഞ്ജലി വരുന്ന സമയത്ത് ഫയലൊക്കെ താഴെ വീണ് കിടക്കുന്നത് കാണാം. അപ്പോൾ അത് എടുത്തിട്ട് എന്താ പറ്റിയ കുഞ്ഞാ എന്ന് ചോദിക്കുമ്പോൾ അവൻ ദേഷ്യപ്പെടുന്നുണ്ട്. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നീ എന്തിനാ ഇങ്ങനെ, നീ ആകെ ഇറിറ്റേറ്റഡ് ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടു കൂടെ ഗൗരവത്തിലാണ് പറയുന്നത്. അപ്പോൾ അഞ്ജലി ചോദിക്കും, നീ എന്തിനാ അതിന് ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് അശ്വിനായിരുന്നിട്ട് പറയും, ഒന്നുമില്ല ചേച്ചി പൊക്കോളൂ എന്ന് പറയാണ്. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഞ്ജലി പോകുമ്പോൾ ഡോറിൻ്റെ അവിടെ എത്തിയിട്ട് ഒന്നും കൂടെ തിരിഞ്ഞ് നോക്കും. അപ്പോൾ പറയും, ഒന്നുമില്ല ചേച്ചി എന്നിങ്ങനെ സമാധാനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ അഞ്ജലി പോവും. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ വീട്ടിലാണ്. അപ്പോൾ അവരുടെ റൂമിൽ അമ്മയും പ്രീതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ശ്രുതി വരും. അപ്പോൾ ഒരു ബാഗ് പെട്ടി ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ട് കട്ടിലിൽ. അപ്പോൾ ശ്രുതി വന്നിട്ട് അവളുടെ ഡ്രസ്സുകളൊക്കെ ആ പെട്ടിയിൽ ആക്കുകയാണ്. അപ്പോൾ അവളുടെ അമ്മ ചോദിക്കുന്നത്, ഇതെന്താ ശ്രുതി, പ്രീതിയുടെ ഡ്രസ്സ് ഒതുക്കാൻ പറഞ്ഞിട്ട് നിൻ്റെ ഡ്രസ്സാണോ നീ പെട്ടിയിലെടുത്ത് വയ്ക്കുന്നത്, നീ പ്രീതിയെ കാട്ടി മുന്നേ നീ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ശ്രുതി ഞെട്ടുന്നത്. അപ്പോൾ പറയും, അശ്വ സോറി അമ്മ, ഒരു അബദ്ധം പറ്റി എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, നിനക്കിപ്പോൾ ഇത്തിരി കൂടുന്നുണ്ട്, കുറേ ആയി കാണുന്നു എന്ന് പറയുമ്പോൾ പ്രീതി പറയും, അതിൽ ഒന്നുമില്ല അമ്മ, ഇവൾക്ക് ഇപ്പോൾ നമ്മൾ നല്ല വലുത്, അവൾ ഏതോ ഒരു ലോകത്താണ്, അവൾ എന്തോ ആലോചനയിലൊക്കെയാണ് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, ഇല്ല ചേച്ചി അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം രാധ പറയുന്നുണ്ട്, എനിക്ക് ഇവളുടെ കാര്യം ആലോചിച്ചിട്ടാണ് വിഷമം, ഇവൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താകും എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി പറയും, ഇല്ല ചേച്ചി ഞാൻ ചേച്ചിയുടെ കാര്യങ്ങളിൽ തന്നെ ശ്രദ്ധിക്കുള്ളൂ. എന്നിട്ട് തലയിൽ കൈ വെച്ചിട്ട് സത്യം ചെയ്യുന്നുണ്ട്, ചേച്ചി ഇവിടെ നിന്ന് പോകുന്നത് വരെ ഞാനിനി ചേച്ചിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കും, വേറെ ഒന്നും ആലോചിക്കില്ല, സത്യം പറയും. അപ്പോഴാണ് അമ്മ പറയുന്നത്, ഇവളുടെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് വിഷമം, ഇനി ഇവിടെ കാണാനൊക്കെ ഇതായിരിക്കില്ല, ഇനി ഇവിടെ നിന്ന് പോവുമല്ലേ, ഇനി ഇവിടെ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് വിഷമം പറയുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്, ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ നടക്കുമെന്നൊന്നും വിചാരിച്ചില്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും ആദ്യത്തെ വിവാഹം മുടങ്ങിയതല്ലേ, അപ്പോൾ നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അത് മുടങ്ങിയത്. പിന്നീട് അശ്വിൻ്റെ വീട് കാണിക്കുന്നുണ്ട്. രാമേട്ടൻ വിളക്കൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ്. അപ്പോൾ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ശ്യാം അവിടേക്ക് വരും. അപ്പോൾ ശ്യാം പറയും, രാമേട്ടൻ പൊക്കത്ത് ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ രാമേട്ടൻ പറയും, വേണ്ട കുഞ്ഞെ, എന്തത് ഞാൻ ചെയ്തോളാം, എനിക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ശ്യാം പറയും, സാരില്ല രാമേട്ടൻ അകത്തേക്ക് പൊക്കോളൂ, അവിടെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ എടുത്തത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് രാമേട്ടനെ പറഞ്ഞയക്കണം. അങ്ങനെ അശ്വിനല്ല ശ്യാം ആലോചിക്കുന്നുണ്ട്, അഞ്ജലി രാജകുമാരിയുടെ ഇന്നത്തെ ലാസ്റ്റ് ദിവസമാണ്, നിന്നെ സ്നേഹത്തോട് തന്നെ ഞാൻ യാത്ര അയക്കുകയാണ്, അല്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് വിളക്കൊക്കെ തുടക്കുകയാണ്. അപ്പോൾ അന്നേരം അവിടേക്ക് ആകാശ് വരുന്നുണ്ട്. അപ്പോൾ ആകാശ്, ഇതെന്തത് ശ്യാമേട്ടനാണ് ഇതൊക്കെ ചെയ്യുന്നത്, വേറെ ആരുമില്ലേ, രാമേട്ടനില്ല ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്യാമർ, അത് കുഴപ്പമില്ല, ഞാൻ രാമേട്ടനെ പറഞ്ഞു വിട്ടതാണ്, എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്തോളാം, ഞാൻ സഹായിച്ചതാണ് എന്നൊക്കെ പറയും. അങ്ങനെ ആകാശ് ഇങ്ങനെ സംസാരിച്ച് നിന്നിട്ട് അപ്പോൾ ആകാശ് ശ്യാം കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ശ്യാം പറയും, ഇന്ന് നിൻ്റെയും നിൻ്റെ ചേച്ചിയുടെയും അവസാനത്തെ ഇതാണ്, ഈ സന്തോഷമൊക്കെ ഇല്ലാതാവാൻ പോകണമെന്നൊക്കെ ശ്യാം അങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അശ്വിനെയാണ്. അശ്വിൻ ചെടി നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് അഞ്ജലിയും മുത്തശ്ശിയും വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി അഞ്ജലിയും ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട്, അശ്വിൻ എവിടെയാണെന്ന് നോക്കുമ്പോൾ അവൻ ചെടി നനയ്ക്കുന്നതായിട്ട് കാണാം.
അപ്പം അശ്വിൻ കേൾക്കാനായിട്ട് അവരവിടെ ഡോറിൻ്റെ മറയിൽ നിന്ന് സംസാരിക്കുകയാണ്. മുത്തശ്ശി പ്രീതി നല്ല കുട്ടിയാണല്ലേ, നമ്മുടെ വീടിന് പറ്റിയ കുട്ടിയാണല്ലേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാനുണ്ട് പ്രീതിയും അവരുടെ അനിയത്തി ശ്രുതിയും നല്ല കുട്ടികൾ തന്നെയാണ്, നമ്മുടെ വീടിന് പറ്റിയ മരുമകളാണ്, നല്ല സ്വഭാവമാണ്, ഇവിടുത്തെ ആചാരങ്ങളെല്ലാവരും അവർക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി പറയും അത് ശരിയാണ് മുത്തശ്ശി പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ശ്രുതിയെ നമ്മുടെ ഇവിടേക്ക് ആലോചിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയും മോള് പറഞ്ഞത് ശരിയാണ്, ഞാനും അത് ആലോചിക്കാറുണ്ട്, ശ്രുതിയെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടേക്ക് ആലോചിച്ചാലോ എന്ന് ഞാനും പറയാറ്. അപ്പോൾ അവർക്കും ഒരു സന്തോഷം. അപ്പം അഞ്ജലി പറയും അത് ശരിയാണ്, അപ്പോൾ അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒരു സന്തോഷമാകും, കാരണം രണ്ട് മക്കളും ഒരു സ്ഥലത്താണല്ലോ എന്നുള്ള ഒരു സമാധാനം ഉണ്ടാവും. പ്രീതിയുടെ കൂടെ ശ്രുതി ഉണ്ടെങ്കിൽ അവർക്കൊരു ആശ്വാസമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം അഞ്ജലി പറയും മുത്തശ്ശിയോട് ചോദിക്കും മുത്തശ്ശി കുഞ്ഞിനോട് കൂടി നമുക്കൊരു അഭിപ്രായം ചോദിച്ചാലോ എന്ന് ചോദിക്കും. മുത്തശ്ശി പറഞ്ഞു പിന്നെന്താ, അവൻ നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ, അവൻ അറിഞ്ഞിരിക്കേണ്ടതല്ലേ, അവൻ്റെ അഭിപ്രായം നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി മുത്തശ്ശി പറയാണ് അശ്വിൻ നമുക്ക് ശ്രുതിയെ നമ്മുടെ വീട്ടിലെ മരുമകളായിട്ട് ആലോചിച്ചാലോ എന്ന് പറയുമ്പോൾ അശ്വിനൊരു നാണും ചിരിയൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനത് ഇങ്ങനെയാണ്, ഇപ്പോൾ എനിക്ക് കല്യാണം വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്, അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക ദേഷ്യത്തിലല്ല, ഒരു ചെറിയൊരു ചമ്മലോട് കൂടി പറയുമ്പോൾ അഞ്ജലി ഇങ്ങനെ തലയാട്ടുന്നുണ്ട്. മുത്തശ്ശി പറയും അയ്യോ കുഞ്ഞാ നിനക്കാണെന്ന് ആരാ പറഞ്ഞേ? അപ്പോൾ അശ്വിൻ ചോദിക്കും പിന്നെ ആർക്കാന്ന് ചോദിക്കും. മുത്തശ്ശി പറയുന്നുണ്ട് നിനക്കല്ല, എന്നാലും നിന്നോട് അഭിപ്രായം ചോദിക്കാമെന്ന് കരുതിയതാണ് എന്ന് പറയുമ്പോൾ അവൻ ഇങ്ങനെ അതിശയിച്ച് എന്തോ ഇങ്ങനെ ആലോചിച്ച് പിന്നെ ആർക്കാണ് എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഭാഗത്തിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇനിയും വളരെയധികം മനോഹരമായ എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡുകളുടെ റിവ്യൂ ആയിട്ട് വരാം. താങ്ക് യു.